ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക സഖ്യം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൽറോക്ക് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തവും ഏറ്റവും വിവാദപരവുമായ ഒരു സൈനിക സഖ്യത്തെക്കുറിച്ചാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ സൈനിക ബന്ധം. ഒരു ആക്രമണം ഒരു രാജ്യത്തിനെതിരെ എന്നാൽ അത് എല്ലാ അംഗരാജ്യങ്ങൾക്കെതിരെയുള്ള ആക്രമണമായി കണക്കാക്കപ്പെടുന്നു. അതെ, നമ്മൾ സംസാരിക്കുന്നത് നാറ്റോയെക്കുറിച്ചാണ്. നാറ്റോ എന്നാൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ്. ഇന്ന് ഈ വീഡിയോയിൽ നാറ്റോ എന്താണ്, എങ്ങനെയുണ്ടായി, ആരൊക്കെയാണ് അംഗങ്ങൾ, റഷ്യയുമായുള്ള ബന്ധം, ഉക്രൈൻ യുദ്ധത്തിലെ പങ്ക് എല്ലാം ലളിതമായി നമുക്ക് വിശദീകരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ അടുത്തുള്ള ബെൽ ഐക്കൺ ഓൺ ചെയ്യാൻ മറക്കരുത്. പോകട്ടെ, എന്താണ് നാറ്റോ? വാട്ട് ഈസ് നാറ്റോ? നമുക്ക് ആദ്യം അടിസ്ഥാനം മനസ്സിലാക്കാം. നാറ്റോ എന്നത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനാണ്. 1949 ഏപ്രിൽ 4 വാഷിങ്ടണിൽ ഒപ്പിട്ട ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ സൈനിക സഖ്യമാണ് ഇത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ആർട്ടിക്കിൾ 5 ആണ്. അതായത്, ഒരു അംഗരാജ്യത്തിന് ആക്രമണം നടന്നാൽ അത് എല്ലാ അംഗരാജ്യങ്ങൾക്കും എതിരെയുള്ള ആക്രമണമായി കണക്കാക്കും. അതിന് തുല്യമായ പ്രതികരണം ഉണ്ടാകും. ഇത് ലോക ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ കളക്റ്റീവ് ഡിഫൻസ്, സാമൂഹിക പ്രതിരോധം തത്വമാണിത്. ഇപ്പോൾ നാറ്റോയിൽ 32 അംഗരാജ്യങ്ങളുണ്ട്. 2025 വരെ യൂറോപ്പിലും വടക്കൻ അമേരിക്കയിലുമായി വ്യാപിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട 2 രാജ്യങ്ങൾ അമേരിക്കയും യൂറോപ്പിലെ വലിയ രാജ്യങ്ങളുമാണ് നാറ്റോയുടെ ശക്തി. നാറ്റോ എങ്ങനെയുണ്ടായി? രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ യൂറോപ്പ് തകർന്നു കിടക്കുകയായിരുന്നു. സോവിയറ്റ് യൂണിയൻ, ഇപ്പോഴത്തെ റഷ്യ, കിഴക്കൻ യൂറോപ്പിനെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി. പടിഞ്ഞാറൻ യൂറോപ്പിലെ രാജ്യങ്ങൾ ഭയന്നു, സോവിയറ്റ് യൂണിയൻ നമ്മളെയും ആക്രമിക്കുമോ? അപ്പോൾ 1949 12 രാജ്യങ്ങൾ ഒന്നിച്ച് നാറ്റോ രൂപീകരിച്ചു. ആദ്യ അംഗങ്ങൾ അമേരിക്ക, കാനഡ, ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി, നെതർലൻഡ്സ്, ബെൽജിയം, ലക്സംബർഗ്, നോർവേ, ഡെൻമാർക്ക്, ഐസ്ലാൻഡ്, പോർച്ചുഗൽ. ഇവരൊക്കെയാണ് ആദ്യത്തെ 12 രാജ്യങ്ങൾ. 1955 സോവിയറ്റ് യൂണിയൻ തങ്ങളുടെ സഖ്യമുണ്ടാക്കി. അതാണ് വാർസോ പാക്ട്. അങ്ങനെ തുടങ്ങിയ ശീതയുദ്ധം 40 വർഷത്തോളം നീണ്ടു നേരിട്ടില്ലാത്ത യുദ്ധം. 1991 സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ പലരും കരുതി നാറ്റോയുടെ ആവശ്യം തീർന്നുവെന്ന്. പക്ഷേ നാറ്റോ ഇല്ലാതെയായില്ല, പകരം വികസിച്ചു. പോളണ്ട്, ഹംഗറി, ചെക്ക് റിപ്പബ്ലിക് തുടങ്ങിയ പല മുൻ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും നാറ്റോയിൽ ചേർന്നു. ഇന്നത്തെ നാറ്റോയിൽ ആർട്ടിക്കിൾ 5 പ്രയോഗം എന്താണ്? 2022 ഫെബ്രുവരി 24 റഷ്യ ഉക്രൈനിൽ ആക്രമണം നടത്തിയപ്പോൾ ലോകം ഞെട്ടി. ഉക്രൈൻ നാറ്റോ അംഗമല്ല, അതുകൊണ്ട് ആർട്ടിക്കിൾ 5 പ്രയോഗിക്കപ്പെട്ടില്ല. പക്ഷേ നാറ്റോ രാജ്യങ്ങൾ ഉക്രൈന് വലിയ സഹായം നൽകി. ആയുധങ്ങൾ, പണം, പരിശീലനം. ഇതുവരെ നാറ്റോയിൽ ആർട്ടിക്കിൾ 5 ഒരു തവണ മാത്രമേ പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളൂ. 2001 സെപ്റ്റംബർ 11 അമേരിക്കയ്ക്ക് നേരെ ഭീകരാക്രമണം നടന്നപ്പോൾ അന്ന് നാറ്റോ അംഗങ്ങൾ എല്ലാവരും അമേരിക്കയ്ക്ക് പിന്തുണ നൽകി. അതേപോലെ അഫ്ഗാനിസ്ഥാനിലെ യുദ്ധത്തിൽ പങ്കെടുത്തു. അതേപോലെ നാറ്റോയുടെ ശക്തിയും ചില വിവാദങ്ങളും. നാറ്റോയുടെ സൈനിക ശക്തി അവിശ്വസനീയമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ ബജറ്റുകളിൽ ഭൂരിഭാഗവും നാറ്റോ രാജ്യങ്ങളുടേതാണ്. അമേരിക്ക മാത്രം നാറ്റോയുടെ 70% ചെലവ് വഹിക്കുന്നു. ഇപ്പോൾ ട്രംപ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ
യൂറോപ്പ് കൂടുതൽ പണം ചെലവഴിക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. ചില വിവാദങ്ങൾ. റഷ്യ പറയുന്നത് നാറ്റോ തങ്ങളുടെ അതിർത്തിയിലേക്ക് വരുന്നത് ഭീഷണിയാണ്. ചില യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്നത് അമേരിക്കയുടെ നിയന്ത്രണം വളരെ കൂടുതലാണ്. തുർക്കി, ഹംഗറി തുടങ്ങിയ രാജ്യങ്ങൾ ചിലപ്പോൾ നാറ്റോയുടെ തീരുമാനങ്ങളോട് വിയോജിക്കാറുണ്ട്. ഇന്ത്യയും നാറ്റോയും തമ്മിലുള്ള ബന്ധം. ഇന്ത്യ നാറ്റോയിലെ അംഗമല്ല. ഇന്ത്യ സ്വതന്ത്രമായ വിദേശ നയം പിന്തുടർന്ന രാജ്യമാണ്. പക്ഷേ ഇന്ത്യയും നാറ്റോയും ചില സഹകരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഭീകരവാദ വിരുദ്ധ പരിശീലനം, സൈബർ സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ. അതേപോലെ ഇന്ത്യ റഷ്യയുമായി നല്ല ബന്ധം നിലനിർത്തുന്നു. അതേസമയം അമേരിക്കയുമായി ശക്തമായ പങ്കാളിത്തമുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് ക്രോഡീകരിച്ചാലോ? സുഹൃത്തുക്കളെ, നാറ്റോ ഇപ്പോഴും ലോകരാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തമായ സൈനിക സഖ്യമായി തുടരുന്നു. ഉക്രൈൻ യുദ്ധം കഴിഞ്ഞാൽ നാറ്റോയുടെ ഭാവി എങ്ങനെയിരിക്കുമെന്നത് വലിയ ചോദ്യമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.